Hi guys, I'm Shibu, data scientist from Emojo Games. നമ്മളിന്ന് ഇങ്ങനൊരു വീഡിയോയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെയിനായിട്ടൊരു ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അതേപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും അതേപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇൻബോക്സിലാണെങ്കിലും ഞങ്ങൾ കുറച്ച് കൂടുതൽ ഈ ഒരു റീസെൻറ്റ് ടൈമിൽ കുറച്ച് കൂടുതൽ കേട്ടൊരു മെസ്സേജ് അല്ലെങ്കിൽ കേട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡസ് എ ഡാറ്റ സയൻറ്റിസ്റ്റ് ഹാവ് എനി റോൾ ഇൻ ഗെയിമിംഗ് എന്നത്. സോ ഞങ്ങൾ അതിനെപ്പറ്റി ഒന്ന് റിസർച്ച് ചെയ്തു. സോ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ആ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. സോ ആ ഒരു ചോദിച്ച ഞങ്ങളുടെ ആ ഒരു ക്വസ്റ്റ്യൻസിനെ ചെറിയൊരു വീഡിയോ, ഒരു ലഘു വീഡിയോ എന്നതിലൂടെ തന്നെ അതിന് മറുപടി കൊടുക്കാമെന്ന് ഞങ്ങൾ കരുതും. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ആ ഒരു ക്വസ്റ്റിനെ പറ്റി പറയാനാണെങ്കിൽ ആദ്യം എന്താണ് ഗെയിം ഇൻഡസ്ട്രി, അതേപോലെ തന്നെ എന്താണ് ഡാറ്റ സയൻസ് ഇൻഡസ്ട്രി എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഗെയിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് റീസെൻറ്റ് ടൈമിൽ നമ്മൾ പലതരം നമ്മുടെ മൊബൈലിലാണെങ്കിലും അതേപോലെ തന്നെ പി സിയിലാണെങ്കിലും വളരെയധികം ഗെയിം കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. സോ ആ ഒരു ഗെയിമിൻ്റെ പിന്നിലുള്ള ആ ഒരു ഗെയിമിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മെയിനായിട്ട് ആ ഒരു ഗെയിമിനെ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ മെയിനായിട്ട് ഗെയിം ഇൻഡസ്ട്രി എന്നതുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു റീസെൻറ്റ് ടൈമിൽ ഒരു ലാസ്റ്റ് ഒരു 2-3 years ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു സ്ട്രീമാണ് ഈ ഡാറ്റ സയൻസ് എന്ന് പറയുന്നത്. വളരെയധികം ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഇനിയും വരാൻ ചാൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഈ ഡാറ്റ സയൻസ് എന്ന് പറയുന്നത്. ഡാറ്റ സയൻസിൽ ഇപ്പോൾ നമുക്ക് പറയാൻ പോയാൽ കുറേ നമുക്ക് പറയാൻ ഒരുപാടുണ്ടാവും. ഇപ്പോൾ അതിൽ AI ആണെങ്കിലും മെഷീൻ ലേണിംഗ് ആണെങ്കിലും ഡീപ്പ് ലേണിംഗ് ആണെങ്കിലും അങ്ങനെ പറയാൻ ഒരുപാടുള്ളൊരു വലിയൊരു സ്ട്രീം അല്ലെങ്കിൽ ഒരു വലിയൊരു കടലാണ് ഡാറ്റ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡാറ്റ സയൻസിൽ ഇപ്പം നമ്മൾ പറഞ്ഞ AI മെഷീൻ ലേണിംഗ് ഡീപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റും നമ്മൾ റീസെൻ്റ്ലി പറഞ്ഞ ഗെയിംസിനെ ഡെവലപ്പ് ചെയ്യുന്ന ഗെയിമിംഗ് ഇൻഡസ്ട്രിയും തമ്മിൽ എന്താണ് കണക്ഷൻ, അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തായിരിക്കും കണക്ഷൻ, എങ്ങനെ നമുക്ക് അവർ തമ്മിൽ കണക്ട് ചെയ്യാം. എമോജോ ഗെയിംസ് എന്ന് പറയുന്നത് ഒരു ഗെയിമിംഗ് കമ്പനിയാണ്, ഒരു ഗെയിം ഡെവലപ്പിംഗ് കമ്പനിയാണ്. സോ ഇവിടെ ഞങ്ങൾ എങ്ങനെയാണ് ഡാറ്റ സയൻസിനെ ഞങ്ങളുടെ ഈ ഒരു ഗെയിംസിൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇനി ഭാവിയിൽ ഫ്യൂച്ചറിൽ ഞങ്ങൾക്ക് എങ്ങനെ ഈ ഒരു എമോജോ ഗെയിംസ് തന്നെ ഞങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഞങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഓൺ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഗെയിംസിൽ ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ട്രീമിനെ ഞങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ലഘു വീഡിയോ ആണ് നമ്മളിന്ന് മെയിനായിട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് വൈകിക്കുന്നില്ല, ഞങ്ങൾ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഈ ഒരു ചെറിയൊരു ഞങ്ങൾക്ക് ജസ്റ്റ് വന്നൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ചോദ്യമായിരുന്നു. സോ ഇതിനെ പറ്റിയിട്ട് ഒരു 10 അല്ലെങ്കിൽ 20 മിനിറ്റ് വീഡിയോ ഇട്ടിട്ട് നിങ്ങളെ ബോറടിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് വളരെ ലഘുവായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കിപ്പിക്കാൻ കഴിയണം നിങ്ങളെ. സോ അതുകൊണ്ട് വലിയൊരു വീഡിയോ ഒന്നും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല, വളരെ ചെറിയൊരു വീഡിയോയിൽ തന്നെ നമുക്ക് ഈ കാര്യം ഒതുക്കാം. സോ സിംപ്ലി എങ്ങനെയാണ് ഒരു ഗെയിമിംഗ് ഇൻഡസ്ട്രി ഈ ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻഡസ്ട്രിയെ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു വെച്ചാൽ, മെയിൻലി ഒരു ബേസിക് കാര്യമായിട്ട് നമുക്ക് പറയാനാണെങ്കിൽ, ഇപ്പോൾ ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻഡസ്ട്രിയുടെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എക്സ്ട്രാക്ടിങ് ദ മീനിങ് ഇൻസൈറ്റ്സ് ഫ്രം എ ലാർജ് നമ്പർ ഓഫ് ഡാറ്റ എന്നത് തന്നെയാണ്. ഒരു ലാർജ് നമ്പർ ഓഫ് ഡാറ്റയുടെ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ ഒരു ലാർജ് നമ്പർ ഓഫ് ഡാറ്റയിൽ നിന്നും ഒരു പർട്ടിക്കുലർ മീനിങ് ഇൻസൈറ്റ്സിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് മെയിനായിട്ട് ഡാറ്റ സയൻസ് എന്നതിൻ്റെ ആ ഒരു ബാക്കിൽ നടക്കുന്ന ആ ഒരു കോർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ അതും ഈ ഒരു ഗെയിമിംഗ് ഇൻഡസ്ട്രിയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് വെച്ചാൽ, ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ എന്ത് നടക്കുന്നു, ഗെയിമിനെ ഡെവലപ്പ് ചെയ്യുന്നു, നമുക്ക് പലതരം റിക്വയർമെൻ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഒരു ഗെയിമിനെ ഡെവലപ്പ് ചെയ്യുന്നു, അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. സോ ഈ ഒരു ഗെയിമിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഗെയിമിംഗ് ഇൻഡസ്ട്രി എങ്ങനെയാണ് ഒരു ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ട്രീമിനെ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പലതരത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ സിംപിളി ഒരു ഗെയിമിംഗ് ഇൻഡസ്ട്രി മാത്രമല്ല, ഏത് സ്ഥലത്തിൽ വേണമെങ്കിലും നമുക്ക് ഡാറ്റ സയൻസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എവിടെ വേണമെങ്കിലും വേർ എവർ വി ക്യാൻ യൂസ് അതേപോലെ എവിടെയൊക്കെ യൂസ് ചെയ്യാൻ കഴിയുമോ അവിടെയൊക്കെ അതിൻ്റെ പിന്നിൽ നടക്കുന്ന കോർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡാറ്റ സയൻസ് തന്നെയാണ്. സോ ആ ഒരു രീതിക്ക് ഇപ്പോൾ ഗെയിമിംഗ് ഇൻഡസ്ട്രി, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഗെയിമിംഗ് ഇൻഡസ്ട്രി എന്ന് മാത്രമല്ല, ഏതൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് വരെ ഡാറ്റ സയൻസിനെ യൂസ് ചെയ്ത് നടക്കുന്നതാണ്. ഇപ്പോൾ മേ ബി പറയുകയാണെങ്കിൽ ഇപ്പം അതിൻ്റെയൊക്കെ ഒരു കോർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എല്ലാം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഗെയിം കമ്പനി, ഇപ്പം ഞങ്ങൾ എമോജോ ഗെയിംസ് തന്നെ ഒരു ഗെയിമിനെ ഞങ്ങളിപ്പോൾ റിലീസ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഓൺ പ്രൊഡക്റ്റായിട്ട് ഞങ്ങൾ ടു ദ വേൾഡ് ഒരു ഗെയിമിനെ ഞങ്ങൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ആ ഗെയിമിന് ഞങ്ങളൊരു പർട്ടിക്കുലർ പീരീഡ് കൊടുക്കും. മേ ബി ചിലപ്പോൾ അതൊരു 1 month ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 1 year ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 6 months ആയിരിക്കും. ആ ഡ്യൂറേഷനിലുള്ള ആ ഗെയിമിൻ്റെ എല്ലാവിധ ഡാറ്റാസിനെയും ഞങ്ങൾ കളക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ഗെയിം ഇപ്പം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ ഗെയിം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എവിടെ വേണമെങ്കിലും, ഇപ്പോൾ നമ്മുടെ ഈ ഒരു ലോകത്തിലെ ഏത് കോണിൽ നിന്ന് വേണമെങ്കിലും ഏത് പേഴ്സൺസിന് വേണമെങ്കിലും കളിക്കാൻ കഴിയുന്ന ഗെയിമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അത്തരത്തിലുള്ള ഗെയിമിന് ഈ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിലുള്ള ആ ഒരു ഗെയിമിൻ്റെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് ആ
ഡാറ്റ ഉപയോഗിച്ചിട്ട് ഈ ഗെയിം ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന സിറ്റി ഏതാണ്, ആ കൺട്രി ഏതാണ്, ആ റീജിയൻ ഏതാണ്, ആ കോണ്ടിനെന്റ് ഏതാണ്, അതേപോലെ തന്നെ ഈ ഗെയിമിന് ഏറ്റവും കൂടുതൽ ടോപ്പ് സെയിൽസ് അല്ലെങ്കിൽ ടോപ്പ് ഡൗൺലോഡ്സ് വന്ന ഇയർ ഏതാണ്, ആ ഒരു ഇയറിന്റെ പ്രത്യേകത എന്താണ്, അതായത് ഒരു ഫെസ്റ്റിവൽ സീസൺസ് ആണോ, മേ ബി ചിലപ്പോൾ ഈ ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ചിട്ട് മേ ബി ആൾക്കാർ നമ്മുടെ ഈ 1 month അല്ലെങ്കിൽ ഒരു 10 days ഒക്കെ ട്രിപ്പ് പോണ സമയത്ത് അവർ മേ ബി ചിലപ്പോൾ അവരുടെ ട്രിപ്പും വെക്കേഷൻ പരിപാടികളൊക്കെ കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി അത്ര നേരം ഒരു മെട്രിക്സ് ജീവിതത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ മേ ബി ചിലപ്പോൾ ഗെയിംസ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് PC-യിലും അതേപോലെ തന്നെ ഫോണിലൊക്കെ ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്ന ഒരു മേ ബി അതൊക്കെ യൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മളിപ്പോൾ കോളേജും സ്കൂളിലൊക്കെ അടച്ചു കഴിഞ്ഞ ശേഷം ആ അടച്ച വെക്കേഷന് വേണ്ടിയിട്ട് കോളേജും സ്കൂളും പൂട്ടി ആ ദിവസം തന്നെ നമ്മൾ കയ്യിലുള്ള PDFs-ഉം നോട്ട്സും എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് വേണ്ട ഗെയിം അത്ര ദിവസം പഠിക്കാൻ വേണ്ടിയിട്ട് ഏത് ഗെയിമാണോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് ആ ഗെയിം ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ കളിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ നമ്മളും ചെയ്യാറുള്ളതിനാണ്. സോ ആ ഒരു രീതിയിൽ അത് ആ ഒരു ഡൗൺലോഡ്സ് നമ്മുടെ ഗെയിമിന്റെ ഡൗൺലോഡ്സ് കൂടിയ സമയത്ത് എന്തെങ്കിലും അതൊരു ഫെസ്റ്റീവ് സീസൺസ് ആണോ, ആ ഒരു ഡേയിന്റെ പ്രത്യേകത എന്താണ്, പിന്നെ ഒരു വീക്ക് എടുക്കുകയാണെങ്കിൽ ആ ഒരു വീക്കിൽ ഏത് ഡേയിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഗെയിമിന് ഇത് വരുന്നത്, എന്താണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആൾക്കാർ കളിക്കുന്നത്, അതേപോലെ തന്നെ ഇപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഒരു അതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഒരു മന്ത് എടുക്കുകയാണെങ്കിൽ ആ ഒരു മന്തിൽ ഏത് മന്തിലാണ് ഏറ്റവും കൂടുതൽ പേഴ്സൺസ് ആ ഒരു ഗെയിം കളിക്കുന്നത്, അതേപോലെ തന്നെ ആ ഒരു ഗെയിമിൽ അത് നമ്മുടെ ഗെയിം അതെല്ലാം നമ്മൾ ഗെയിമിൻ്റെ ഔട്ട് ഓഫ് നമ്മുടെ ആ ഒരു ഗെയിമിൻ്റെ വെളിയിലുള്ള ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം മെയിനായിട്ട് ചെയ്യുക. അതേസമയം നമ്മുടെ ആ ഒരു ഗെയിമിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്താണെങ്കിൽ മെയിനായിട്ട് ഗെയിമിൻ്റെ ഏത് ലെവലിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കഷ്ടപ്പെടുന്നത്, അതേപോലെ തന്നെ ഈ ഒരു ലെവൽ കഴിഞ്ഞിട്ട് അടുത്ത ലെവലിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഏത് ലെവലിലാണ് ഒരു പേഴ്സൺ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റാതെ, അതേപോലെ തന്നെ ഏത് ലെവലിൽ നിന്നാണ് ഏറ്റവും ആൾക്കാർ കുറഞ്ഞ ടൈം എടുത്തിട്ട് അടുത്ത ലെവലിലേക്ക് ഏറ്റവും പെട്ടെന്ന് പോകാൻ കഴിയുന്ന ലെവൽ ഏതാണ്, അതേപോലെ തന്നെ ഇപ്പോൾ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്നതിലൂടെ ഇപ്പോൾ മേ ബി ഇപ്പോൾ നമ്മളൊരു ഗെയിം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഒരു 100ാമത്തെ ലെവൽ എന്ന് പറയുന്നത് വളരെയധികം കഷ്ടം. അപ്പോൾ ആസ് എ ഡെവലപ്പർ ഞങ്ങളത് വളരെയധികം കഷ്ടത്തിൽ തന്നെ പേഴ്സൺസിന് ആൾക്കാർ കൂടുതൽ ആ ഗെയിമിൽ ഇൻട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ആ ഗെയിമിൽ തന്നെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ 100ാമത്തെ ലെവൽ എന്ന് പറയുന്നത് വളരെയധികം കഷ്ടത്തിൽ ഞങ്ങൾ വെക്കും. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ 100ാമത്തെ ലെവലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ മേ ബി ചിലപ്പോൾ ഒരു 1 month നമുക്ക് ആ ഒരു ഗെയിം റിലീസ് ചെയ്തിട്ട് ഒരു 1 year അല്ലെങ്കിൽ ഒരു 6 month ഡാറ്റ എടുക്കുമ്പോൾ ആ ഗെയിമിൽ നമ്മുടെ ആ ഒരു 100ാമത്തെ ലെവൽ എന്ന് പറയുന്നത് പേഴ്സൺസ് അത്രയ്ക്ക് ഒരുപാട് കഷ്ടമൊന്നുമില്ലാതെ പെട്ടെന്ന് പാസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു 100ാമത്തെ ലെവൽ എന്ന് പറയുന്നത് വളരെയധികം കഷ്ടത്തിലാണ് നമുക്ക് വേണ്ടത്. കാരണം 101ാമത്തെ ലെവലിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ബിക്കോസ് അവർക്ക് സർപ്രൈസ് എന്ന രീതിയിൽ. ആ 101ാമത്തെ ലെവലിലുള്ള സാധനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് 100ാമത്തെ ലെവൽ ഏത് വിധേനയും ആ ഒരു പേഴ്സൺസ് കടക്കണം എന്നതായിരിക്കും നമ്മുടെ ഒബ്ജക്റ്റീവ്. പക്ഷേ പേഴ്സൺസ് എല്ലാം പെട്ടെന്ന് യൂസേഴ്സ് അത് പെട്ടെന്ന് കടന്നിട്ട് 101ാമത്തെ ലെവലിലേക്ക് പോയിട്ട് സാധനങ്ങൾ ഗെറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ആ ഒരു തീരുമാനം, നമ്മുടെ ആ ഒരു ഡിസിഷൻ അവിടെ തെറ്റുകയാണ്. സോ ആ ഒരു രീതിക്ക് അങ്ങനെ ലെവൽസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ സ്റ്റെക്ക് ആവുന്ന ലെവൽസിൽ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ 100ാമത്തെ ലെവൽ എന്ന് പറയുന്നത് കഷ്ടത്തിൽ തന്നെ ഇരിക്കണം എന്നാണെങ്കിൽ, പക്ഷെ യൂസേഴ്സ് അത് പെട്ടെന്ന് എടുത്തിട്ട് 101ാമത്തെ ലെവലിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ ആ 100ാമത്തെ ലെവലിൽ നമ്മൾക്ക് കൂടുതൽ നമ്മൾ നോക്കുമ്പോൾ 100ാമത്തെ ലെവലിൽ ആൾക്കാർ സ്റ്റെക്ക് ചെയ്യണത് കുറവാണ്, പക്ഷെ നമുക്ക് അവിടെ ആൾക്കാർ സ്റ്റെക്ക് ചെയ്യണത് കൂടണം. സോ ആ 100ാമത്തെ ലെവലിൽ നമ്മൾ കുറച്ചും കൂടി കഷ്ടങ്ങൾ ആൾക്കാർക്ക് യൂസേഴ്സിന് കുറച്ചും കൂടി കഷ്ടമാവാൻ വേണ്ടിയിട്ട് കൂടുതൽ സംഭവത്തിനെ ആഡ് ആക്കും, കൂടുതൽ ഡിഫിക്കൽട്ടി ആ ഒരു ലെവലിൽ ആഡ് ആക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു രീതിക്ക് ഏത് ലെവലിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്റ്റെക്കായിട്ട് ഇരിക്കുന്നത് എന്നുള്ള ഡാറ്റയൊക്കെ നമുക്ക് മെയിനായിട്ട് കളക്ട് ചെയ്യാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈസിയാണ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്ത സംഭവത്തിലായിരിക്കും ആൾക്കാർ മേ ബി കൂടുതൽ സ്റ്റെക്ക് ആവുക. സോ പക്ഷെ നമുക്കത് ഈസിയാണ്. സോ ആ ഒരു ലെവലൊക്കെ എങ്ങനെ പോയാലും യൂസേഴ്സ് കടന്നിട്ട് അടുത്ത ലെവലിലേക്ക് പോകണം, ബിക്കോസ് നമ്മളത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈസി ആയിട്ടാണ്. പക്ഷേ യൂസേഴ്സ് അവിടെ കൂടുതൽ സ്റ്റെക്ക് ആവുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇതേപോലെ കണ്ടുപിടിച്ചിട്ട് അവിടുത്തെ ഡിഫിക്കൽട്ടി ഒന്നുകൂടെ കുറയ്ക്കണം, എന്നിട്ട് വേണം പേഴ്സൺസിന് ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മുടെ ഈ ഒരു 1 month ഒക്കെ ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു 6 month ഒക്കെ ഡാറ്റ എടുത്തിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞ ഈ മാറ്റങ്ങളെല്ലാം ഒരു അപ്ഡേഷൻ എന്ന രീതിയിൽ നമുക്ക് ആ ഒരു നമ്മുടെ ആ ഒരു ഗെയിമിൽ കൊടുത്തിട്ട് നമുക്കൊന്നുകൂടെ അപ്ഡേറ്റഡ് ആക്കിയിട്ട് ആ ഒരു ഗെയിമിനെ ഇരുത്താൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ ഏത് റീജിയൻ അല്ലെങ്കിൽ ഏത് കൺട്രിയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ ഒരു ഗെയിം കളിക്കുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് ആ കൺട്രിയിലെ സാധനങ്ങൾ, ഇപ്പോൾ ഒരു കൺട്രി ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ നമുക്ക്, ഇപ്പോൾ മുണ്ട്, ഷർട്ട്, അതേപോലെ തന്നെ കായൽ, പുഴ എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു തരത്തിൽ ഏത് റീജിയൻ അല്ലെങ്കിൽ ഏത് കൺട്രിയിലാണോ ആ ഒരു നമ്മുടെ ഈ ഒരു ഗെയിം ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്ലേ ചെയ്യുന്നത് ആ ഒരു കൺട്രിയിലെ റെഫറൻസസ് നമുക്ക് ആ ഒരു ഗെയിമിൽ വരുത്തിയിട്ട് നമുക്ക് ആ കൺട്രിയിലാണ് ഇപ്പോൾ റഷ്യയിൽ നിന്നാണ്
നിന്നാണ് ഏറ്റവും കൂടുതൽ പേഴ്സൺസ് നമ്മുടെ ഗെയിം കളിക്കുന്നതെങ്കിൽ റഷ്യത്തെ സാധനങ്ങൾ ആൻഡ് റഷ്യത്തെ ആ ഒരു ഡിസൈൻസ് ആൻഡ് റഷ്യത്തെ ബിൽഡിങ്സ് ലൈക്ക് റഷ്യത്തെ ഇപ്പോൾ യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻസോടെയുള്ള ബിൽഡിങ്സ് അതൊക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ റെഫറൻസ് എല്ലാം നമ്മുടെ ഗെയിമിൽ വരുത്തിയിട്ട് ആ ഏത് സ്ഥലത്താണോ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് അവർക്ക് തന്നെ ആ ഒരു ഗെയിം ഏറ്റവും കൂടുതൽ കുറച്ചുകൂടി യൂസർ ഇൻ്റർഫേസ് അല്ലെങ്കിൽ യൂസർ ഫ്രണ്ട്ലി ആക്കി മാറ്റാൻ കഴിയും. അതേപോലെ തന്നെ ഇപ്പോൾ സപ്പോസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റീജിയനിൽ നമ്മുടെ ഗെയിമിൻ്റെ സെയിൽസ് കുറവാണെങ്കിൽ അവിടെ നമുക്ക് ഏത് രീതിയിൽ മാറ്റം വരുത്തി ആ ഒരു ഗെയിമിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാം എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു രീതിക്ക് പല തരത്തിലും ഈ ഒരു ഗെയിമിംഗ് ഇൻഡസ്ട്രി ആൻഡ് ഡാറ്റ സയൻസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമുക്ക് കൊളാബ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ ഒരു രീതിക്കെല്ലാം ഇപ്പോൾ പിന്നെ അതേപോലെ നമുക്ക് പറയാൻ പറ്റുമ്പോഴാണ് ഇപ്പോൾ ഒരു ഗെയിമിലെ ബട്ടൺസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ മേ ബി ചിലപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ലെവലിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് ഒരു ലെവലിൽ അല്ലെങ്കിൽ മേ ബി ചിലപ്പോൾ നമ്മൾക്ക് ആ ഒരു ഗെയിമിലുള്ള ബട്ടൺസ് എന്ന് പറയുന്നത് ഓൾവേസ് യൂണീക്ക് ആയിരിക്കാം. അല്ലെങ്കിൽ മേ ബി ചിലപ്പോൾ ഓരോ ലെവൽ കൂടുന്തോറും പുതിയ പുതിയ ബട്ടൺസ് എല്ലാം നമ്മുടെ ആ ഒരു ഗെയിംസിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരും. സോ ഓരോ ലെവലിൽ നിന്നുള്ള ഡാറ്റ കളക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഓരോ ലെവലിലും ഏറ്റവും കൂടുതൽ ബട്ടൺസ് ടച്ച് ആവുന്നത് ഓരോ ബട്ടൺസും എത്ര പ്രാവശ്യം ടച്ച് ആവുന്നുണ്ട് എന്നുള്ള കൗണ്ട് കണ്ടുപിടിച്ചിട്ട് അതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ടച്ച് ആവുന്നത് ഏത് ബട്ടണാണോ ആ ബട്ടണിൻ്റെ ഡിസൈനൊക്കെ ഒന്ന് മാറ്റി അതിൽ കൂടുതൽ പേഴ്സൺസ് ഒന്നുകൂടെ അത് ടച്ച് ആക്കാനാണെങ്കിലും അത് യൂസ് ആക്കാൻ കുറച്ചുകൂടെ യൂസേഴ്സിനെ നമ്മൾ ഒന്ന് ഒരു വഴി വയ്ക്കുക. അതേപോലെ തന്നെ ഏറ്റവും കുറവ് ഏത് ബട്ടണിലാണോ ടച്ച് ആവുന്നത് അതും കണ്ടുപിടിച്ചിട്ട് അതിൻ്റെയും ഡിസൈനിലും എന്തില്ലെങ്കിലും ഫങ്ഷനാലിറ്റിയിലൊക്കെ ചേഞ്ച് വരുത്തി അതിൻ്റെ പൊസിഷനൊക്കെ മാറ്റി നമുക്ക് അതിലേക്കും യൂസേഴ്സിനെ കൂടുതലായിട്ട് എത്തിക്കുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് മെയിനായിട്ട് വരുത്താൻ കഴിയും. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ പറഞ്ഞല്ലോ ഡാറ്റ സയൻസ് എന്ന് പറയുന്നത് എക്സ്ട്രാക്ടിങ് ദ മീനിങ് ഇൻസൈറ്റ്സ് ഫ്രം എ ലാർജ് നമ്പർ ഓഫ് ഡാറ്റ എന്നാണ് നമ്മൾ മെയിനായിട്ട് പറയുക. അതേപോലെ തന്നെ അങ്ങനെ ഒരു ലാർജ് നമ്പർ ഓഫ് ഡാറ്റനെ എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് വേണ്ട ഡിസിഷൻസിനെ എടുക്കുന്നു എന്നാണ് നമ്മൾ മെയിനായിട്ട് ഈ ഡാറ്റ സയൻസിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു രീതിക്ക് പറയാനാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഗെയിമിംഗ് ഇൻഡസ്ട്രിയിലെ ഈ ഒരു ടൈപ്പ് ഓഫ് ഡാറ്റാസിനെ കളക്ട് ചെയ്ത് നമ്മൾ അതിനെ അനലൈസ് ചെയ്തിട്ട് അതിൽ ആ ഒരു ഹിഡനായി കിടക്കുന്ന നമ്മൾ പറഞ്ഞ ബട്ടന്റെ യൂസ് കുറവാണ്, ബട്ടന്റെ യൂസ് കൂടുതലാണ്, ഈ ഒരു ലെവലിൽ ഇത്ര കഷ്ടമുണ്ട്, ഈ ഒരു ലെവലിൽ കഷ്ടം കൂടുതലാണ്, ആൻഡ് ഈ ഒരു റീജിയനിലാണ് ഇത്രയും കൂടി സെയിൽസ് വന്നിരിക്കുന്നത്, ഈ ഒരു റീജിയനിലാണ് ഇത്രയും കൂടി ഡൗൺലോഡ്സ് വന്നിരിക്കുന്നതൊക്കെ കണ്ടുപിടിച്ച് അത്തരത്തിലുള്ള ഇൻസൈറ്റ്സിനെ എക്സ്ട്രാക്ട് ചെയ്ത് അതിൽ നിന്ന് നമ്മളൊരു ഡിസിഷൻ എടുത്തിട്ട് പിന്നെ നമ്മൾ ആ ഒരു ഗെയിമിനെ അതിൽ നിന്ന് നമുക്ക് ഏത് രീതിക്കാണോ മാറ്റം വരുത്തേണ്ടത് യൂസേഴ്സിന് കൂടുതൽ ഉപയോഗപ്രദമായ രീതിയിൽ കൂടുതൽ ആ ഗെയിം കളിക്കുന്നതിന് വേണ്ടിയിട്ട് ഇഷ്ടമാവുന്ന രീതിയിൽ ഏത് രീതിക്ക് നമുക്ക് മാറ്റം വരുത്താൻ കഴിയുമോ ആ ഒരു രീതിക്കെല്ലാം നമുക്ക് മാറ്റങ്ങൾ വരുത്തി അതിലേക്ക് ആ ഒരു പ്രോസസ്സ് അല്ല ആ ഒരു ചേഞ്ചസിനൊക്കെ ഒരു അപ്ഡേഷൻ എന്ന രീതിയിൽ നമുക്ക് ആ ഒരു ഗെയിമിൽ തന്നെ ഒരു അപ്ഡേറ്റഡ് ആയിട്ട് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മുടെ ഈ ഒരു ഡാറ്റ സയൻസ് ആൻഡ് ഗെയിമിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഈ ഒരു രീതിക്കെല്ലാം കൊളാബ്ഡ് ആവും. ഇതായിരുന്നു ഞങ്ങൾക്ക് വന്നൊരു ക്വസ്റ്റ്യൻ. നമ്മളൊരു ഡാറ്റ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡാറ്റ സയൻസ് സ്ട്രീം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഗെയിമിംഗ് ഇൻഡസ്ട്രി ആയിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് വല്ല റോൾ ഉണ്ടോ? ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് ഗെയിമിംഗ് ഇൻഡസ്ട്രിയാണ്. ഗെയിമിംഗ് ഇൻഡസ്ട്രി മാത്രമല്ല ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ടെക്സ്റ്റൈൽ ആണെങ്കിൽ പോലും ആ ടെക്സ്റ്റൈലിൽ ഇതേപോലെയുള്ള നമുക്ക് പലതരം ഇൻസൈറ്റ്സ് എക്സ്ട്രാക്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിക്ക് എല്ലാ ഇൻഡസ്ട്രിയും അതേപോലെ തന്നെ ഡാറ്റ സയൻസും തമ്മിൽ നമുക്ക് ഇന്റർ കണക്റ്റഡ് ആക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ മോസ്റ്റ് ഓഫ് ദി ഇൻഡസ്ട്രീസ് വർ ഇന്റർ കണക്റ്റഡ് ഓൾസോ. പലരും ഇന്റർ കണക്റ്റഡ് തന്നെയാണ് ഇപ്പോൾ തന്നെ. ബിക്കോസ് അവർ തന്നെ ഡാറ്റ സയൻസ് യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ സയൻസിന്റെ പോസിബിലിറ്റീസ് ആൻഡ് അഡ്വാൻറ്റേജസ് യൂസ് ചെയ്യാത്ത വലിയ ലാർജ് സ്കെയിൽ കമ്പനീസ് ആണെങ്കിലും അതേപോലെ തന്നെ ഷോപ്സ് ആണെങ്കിലും കുറവാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു മോഡേൺ എറയിൽ. സോ ആ ഒരു രീതിക്ക് ഡാറ്റ സയൻസ് എന്ന് പറയുന്നത് എങ്ങനെ ഓരോ ഇൻഡസ്ട്രിയുമായിട്ട് പരസ്പരം കണക്റ്റഡ് ആക്കിയിരിക്കുന്നു, ആ ഡാറ്റ സയൻസിന്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് എങ്ങനെയാണ് നമ്മുടെ പലതരത്തിലുള്ള ഇൻഡസ്ട്രീസിൽ യൂസ് ആക്കുന്നത് എന്നതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ്. ഇത് എത്രമാത്രം ഷോർട്ട് ആണെന്ന് എനിക്കറിയില്ല. നമുക്ക് കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് വന്നപ്പോൾ കുറച്ച് കൂടിയെന്ന് തോന്നുന്നു ഐ തിങ്ക്. ബട്ട് വാട്ട് എവർ, ഇതായിരുന്നു നമ്മൾക്ക് മെയിനായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മെയിനായിട്ട് റെപ്രസെന്റ് ചെയ്യാനുള്ളത് ഇതായിരുന്നു. ഉടൻ തന്നെ അടുത്തൊരു വീഡിയോ അല്ലെങ്കിൽ അടുത്തൊരു സീരീസ് എന്നതിലൂടെയൊക്കെ നമുക്ക് ഇനിയും കാണാം. ബൈ.